റഹീം. സവാലുൽ മവാനിഇ, തടസ്സങ്ങൾ നീങ്ങുകയും, വഉറൂലുഹ, തടസ്സങ്ങൾ ഉണ്ടാവലും. സവാല് എന്ന് പറഞ്ഞാൽ നീങ്ങിപ്പോവുക, തടസ്സങ്ങൾ നീങ്ങുക എന്ന് പറഞ്ഞാൽ തടസ്സമില്ലാതെയാവുക. വഉറൂലുഹ, അത് ഉണ്ടാവുകയും ചെയ്യാം. തടസ്സം നീങ്ങിയാൽ എന്തു ചെയ്യണം? തടസ്സങ്ങൾ ഉണ്ടായാൽ എന്തു ചെയ്യണം? ഹെഡിങ് ഓക്കെ ആണോ? ഇദാ സാലത്ത്, നീങ്ങിപ്പോയാൽ. സാല, സാല, സാലു, സാലത്ത് മലയായ ഫീലാണത്. സാലത്ത്. ഹാദിഹിൽ മവാനിഉ, ഈ തടസ്സങ്ങൾ ഇല്ലാതെയായാൽ, ഈ തടസ്സങ്ങൾ നീങ്ങിപ്പോയാൽ. ഏത് തടസ്സങ്ങൾ? അൽ കുഫ്റു, കുഫ്ർ എന്ന തടസ്സം. വൽ ജുനൂനു, ഭ്രാന്ത് എന്ന തടസ്സം. കുഫ്ർ നീങ്ങൽ എങ്ങനെ? ഒരാൾ മുസ്ലിമായി. ഭ്രാന്ത് നീങ്ങൽ എങ്ങനെ? ഭ്രാന്ത് മാറി. വസ്വിബ, കുട്ടിത്തം നീങ്ങിപ്പോയി. അപ്പോൾ ആ കുട്ടിക്ക് പ്രായപൂർത്തി എത്തി. വൽ ഹൈലു, ഹൈലുണ്ടായ പെണ്ണിന് ഹൈല് നീങ്ങിപ്പോയി. വന്നിഫാസു, നിഫാസുള്ള പെണ്ണിന് നിഫാസ് ഇല്ലാതെയായി, രക്തം നിന്നു. അങ്ങനെ നീങ്ങിയാൽ തീർന്നിട്ടില്ല. വബഖിയ മിനൽ വഖ്തി, സമയത്തിൽ നിന്നും ശേഷിക്കുകയും ചെയ്തു, ബാക്കിയാവുകയും ചെയ്തു. സമയത്തിൽ നിന്നും ബാക്കിയാവുകയും ചെയ്തു. ഖദ്റു തക്ബീറത്തിൻ, ഒരു തക്ബീറത്തിൻ്റെ അളവ്, സമയം. ഒരു തക്ബീറത്തിൻ്റെ അളവ് എത്രയാണോ ആ സമയം ബാക്കിയാവുകയും ചെയ്തു. എന്നാൽ അതാണ് അതിൻ്റെ ജവാബാണ് ഇനി പറയുന്നത്. അങ്ങനെ ഉണ്ടായാൽ സമയം, ഒരു തക്ബീറത്ത് ചെല്ലാൻ എത്ര സമയം വേണമോ ആ സമയം ബാക്കിയാവുകയും ചെയ്താൽ വജബത്ത്, നിർബന്ധമാണ്. തിൽക സ്വലാത്തു, ആ നിസ്കാരം നിർബന്ധമാണ്. ഏത് സമയാണോ ഇപ്പോൾ ബാക്കിയായിട്ടുള്ളത് ആ നിസ്കാരം നിർബന്ധമാണ്. മഗ്രിബ് ബാങ്ക് വിളിക്കാൻ ഒരു 5 മിനിറ്റ് സമയമേ ഉള്ളൂ, അല്ലെങ്കിൽ അതിൽ കുറവ് സമയമേ ഉള്ളൂ. ഹൈള് നിന്നുപോയി, കുട്ടിക്ക് പ്രായപൂർത്തിയായി, ഒരു അമുസ്ലിമായ വ്യക്തി മുസ്ലിമായി, ഭ്രാന്തൻ്റെ ഭ്രാന്ത് മാറി. അങ്ങനെ ഈ തടസ്സങ്ങൾ നീങ്ങിയാൽ വജബത്ത് തിൽക സ്വലാത്തു, ആ നിസ്കാരം നിർബന്ധമാണ്. വല്ലത്തി, ഒരു നിസ്കാരവും നിർബന്ധമാണ്. ഖബ്ലഹ, ഇതിനു മുമ്പുള്ള നിസ്കാരം. അപ്പോൾ അസ്ർ നിസ്കാരം നിർബന്ധമാണ്, അതിനു മുമ്പുള്ള നിസ്കാരം ളുഹ്ർ നിസ്കാരവും നിർബന്ധമാണ്. എപ്പോഴാണ് മുമ്പുള്ളതും കൂടി നിർബന്ധമാവുക? മുമ്പുള്ളത് എല്ലാ സമയത്തും മുമ്പ് നിസ്കാരങ്ങളുണ്ട്, എല്ലാ നിസ്കാരത്തിൻ്റെയും അതും മുമ്പുള്ളതും നിർബന്ധമാണ് എന്നാണോ പറയുന്നത്? അല്ല. ഇൻകാനത്ത്, അതിന് മുമ്പുള്ള നിസ്കാരം ആയാൽ, മുമ്പുള്ള നിസ്കാരം ആയാൽ, തുജ്മഉ, ഒരുമിച്ചു നിർവഹിക്കപ്പെടാൻ പറ്റുന്നതായാൽ, ഒരുമിച്ച് നിർവഹിക്കപ്പെടാൻ, ജംഅ് ആക്കി നിസ്കരിക്കപ്പെടാൻ പറ്റുന്നതായാൽ, മഅഹ, ഇതിനോടുകൂടെ, ഈ നിസ്കാരത്തിനോടുകൂടെ അതിനു മുമ്പുള്ളതും ജംആക്കി നിർവഹിക്കപ്പെടാൻ പറ്റുന്നുവെങ്കിൽ ആ നിസ്കാരവും നിർബന്ധമാണ്. ഇല്ലെങ്കിൽ അത് ജംആക്കി നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരമല്ല എങ്കിൽ അത് മാത്രമേ നിർബന്ധമുള്ളൂ. ഓക്കെ അല്ലേ? വജബത്ത് തിൽക സ്വലാത്തു,
ഈ നിസ്കാരവും നിർബന്ധമാണ്, വല്ലത്തി ഒരു നിസ്കാരവും നിർബന്ധമാണ്. ഖബ്ലഹ ആ സമയത്ത് ഹാളിറായ നിസ്കാരത്തിൻ്റെ മുമ്പുള്ള നിസ്കാരം. എപ്പോഴാണ് മുമ്പുള്ള നിസ്കാരം നിർബന്ധമാവുക? ഇൻ കാനത്ത് തുജ്മഉ മഅഹ ആ മുമ്പുള്ള നിസ്കാരം ഇപ്പോഴുള്ള നിസ്കാരത്തിനോടൊന്നിച്ച് ജംഅ് ആക്കി നിർവഹിക്കപ്പെടാൻ പറ്റുമെങ്കിൽ. ഓക്കെ, അപ്പൊ തടസ്സം നീങ്ങിപ്പോയാലുള്ള വിധിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനിയിപ്പോൾ മറ്റൊരു പാർട്ട് എന്താ? തടസ്സങ്ങൾ ഉണ്ടായാൽ എന്ത് ചെയ്യണം? വലൗ അദ്റക മിനൽ വഖ്തി സമയത്തിൽ നിന്നും ഒരാൾ എത്തിച്ചാൽ. എന്തിനെ എത്തിച്ചു? ഖദ്റൽ ഫർളി ഒരു ഫർളിൻ്റെ ഖദർ. അപ്പോൾ ഫുള്ളായിട്ട് ഒരു ഫർള് നിസ്കരിക്കാനുള്ള സമയമാണ് കേട്ടോ. മറ്റേ തക്ബീറത്ത് പോരാ. ബാങ്ക് കൊടുത്തു, ളുഹർ ബാങ്ക് കൊടുത്ത് തീർന്നയ്ക്ക് ഒരു പെണ്ണിന് ഹൈലായി. ആ പെണ്ണ് ളുഹർ നിസ്കരിക്കണ്ട, പിന്നെ ശുദ്ധിയായി കഴിഞ്ഞാൽ ളുഹർ നിസ്കരിക്കണ്ട. സമയമായി കഴിഞ്ഞ് ഒരു ഫർള് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു സമയം ഈ പെണ്ണിന് ലഭിച്ചാൽ, മനസ്സിലാകുന്നുണ്ടോ? ഖദറൽ ഫർളി എന്നാ പറഞ്ഞ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഖദറു തക്ബീറത്തിന്ന, ഒറ്റ തക്ബീറിന്റെ സമയം മതി അവിടെ. ഇവിടെ തക്ബീർ അല്ല പറയുന്നത്, ഒരു ഫർളന്നമാണ്. സമയമായി വലൗ അദ്റക ഒരാൾ എത്തിച്ചാൽ മിനൽ വഖ്തി സമയത്തിൽ നിന്നും ഖദ്റൽ ഫർളി ഫർള് നിസ്കരിക്കാൻ ആവശ്യമായ ഒരു കണക്ക് സമയം എത്തിച്ചാൽ സുമ്മ അറളൽ മാനിഉ പിന്നീട് തടസ്സമുണ്ടാവുകയും ചെയ്താൽ വജബത് തിൽക സ്വലാത്തു ആ നിസ്കാരം നിർബന്ധമാണ്. ആ നിസ്കാരം ളുഹറാണെങ്കിൽ ളുഹർ, അസറാണെങ്കിൽ അസർ.